ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഓരോരുത്തരുടെയും മറുപടി? ചിലരെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി, സന്തോഷം കിട്ടും. ധാരാളം പണം ഉണ്ടെങ്കിൽ സന്തോഷം കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടുമ്പോൾ സന്തോഷം കിട്ടും. ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ കേൾക്കാം. പക്ഷേ ഒറ്റ കാര്യം ചിന്തിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കുക എന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അതൊരു ശരിയുണ്ട്. അതായത് ചില വ്യക്തികളുണ്ട്, തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, എപ്പോഴും ജീവിതം സന്തോഷത്തോടു കൂടി മാത്രമല്ല പോകുന്നത്, പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം മറ്റുള്ളവരെ അറിയും. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ മാത്രമേ അറിയുള്ളൂ, ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ അറിയും, ചിലപ്പോൾ നാട് മുഴുവൻ അറിയും, ഇല്ലേ? അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭം വരും. അപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്താക്കുഴപ്പങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക, മറ്റുള്ളവരെന്ത് കരുതിയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് കരുതുക. മറ്റുള്ളവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യും? അയ്യോ, അവരെന്തോ വിചാരിക്കും, ഇവരെന്തോ വിചാരിക്കും, അല്ലല്ല ആ കണ്ടവരെന്തോ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കരുത്. ഇത് നമ്മുടെ ജീവിതമാണ്. ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഇത് എൻ്റെ ജീവിതമാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യില്ല. ഇപ്പോൾ എനിക്ക് മറ്റൊരാളെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കാര്യം ആ ഒരു രീതിയിൽ പറയാം. അപ്പം കേൾക്കുന്നവർക്കും ഇത് എളുപ്പമാവും. എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ഞാൻ മാക്സിമം എന്ത് ചെയ്യുക, ആരോടും അങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ പോകാറില്ല. ഇപ്പോൾ ഈ ചാനൽ തുടങ്ങി ഞാൻ ആരോടും അങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കാനോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനോ പോയിട്ടില്ല. തുടങ്ങിയതിന് ശേഷം ഞാൻ പറയും, എനിക്കിങ്ങനൊരു സംഭവം ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടവരോട് മാത്രം പറഞ്ഞു, അല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനോ ഒന്നും പോയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പം ചിലർക്കത് എതിരായിട്ടുള്ള അഭിപ്രായം കാണും. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ഇങ്ങനെ 2 ചാനലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ഇന്നതിനെക്കുറിച്ചും ഒന്ന് ഇന്നതിനെക്കുറിച്ചുമാണ്, ഒന്ന് മനസ്സിനെക്കുറിച്ചും ഒന്ന് കുട്ടികൾക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെയുള്ള ചാനലാണ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, താങ്കൾക്കൊരു ചാനൽ തുടങ്ങിക്കൂടെ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ്. പിന്നെ അവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഞാനൊരു പെങ്ങളാണ്, ഒരു ചേച്ചിയാണ്, ഒന്ന് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, ഒന്ന് ഞാനൊരു ഭാര്യയാണ്, മരുമകളാണ്, മകളാണ്, ഇങ്ങനെ പല പൊസിഷനുണ്ട്. അധ്യാപികയാണ്, അല്ലേ? ഞാൻ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ഈ നമ്മുടെ രാജ്യത്തിലെ ഒരു പൗരയാണ്, അല്ലേ? വോട്ടവകാശമുള്ള ഒരു സ്ത്രീയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട്, അല്ലേ? ഞാനൊരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയാവുമ്പോൾ എനിക്ക് തനിയെ, ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, എനിക്കൊരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഞാൻ കരുതി വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ രാജ്യത്തിനെതിരെ ഒരു വിധത്തിലും മോശമായി ഒരു കാര്യവും പറയാൻ പാടില്ല. നമ്മുടെ രാജ്യം നമ്മുടെ അഭിമാനമാണ്. പിന്നെ ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണ്, അത് എൻ്റെ ഒരു കടമയാണ് എന്ന് കൂടി ഞാൻ കരുതി വയ്ക്കുന്നതാണ്. ഞാനൊരു 18 വയസ്സിന് ശേഷം നമുക്ക് ഒരാളെ, ഇല്ലേ, നമ്മളെ ഭരിക്കാനായിട്ട്, ഭരണം എന്ന് പറയുമ്പോൾ അടിച്ചമർത്തലല്ല, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാൻ ഒരാളെ നമ്മൾ നിയോഗിക്കുകയാണ്. അങ്ങനെ നിയോഗിക്കാനുള്ള അധികാരം ഉള്ള ആ ഒരു പവർ, അത് കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു പവർ വേണ്ട വിധത്തിൽ വിനിയോഗിക്കണം എന്ന് എനിക്കറിയാം. പിന്നെ
ഞാൻ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഒരു വ്യക്തിയും സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മറിച്ച് എൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നന്മയുണ്ടാകുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ വിജയമാണ്. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരിക്കലും ഒരു തെറ്റ് ഒരു കുട്ടിയും എന്നിൽ നിന്ന് പഠിക്കരുത് എന്ന് നിർബന്ധമുണ്ട്. പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മറവി വരും. മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് വരും. ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് സംശയമുണ്ട് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കും, പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നും അതൊരു ഡൗട്ടാണ് എന്ന് തോന്നിയാൽ ഞാൻ ഡൗട്ടെന്ന് തന്നെ ഇടും. കാരണം തെറ്റ് വേണ്ട എന്നൊരാഗ്രഹം എനിക്കുണ്ട്. പിന്നെ ഞാനൊരു ഭാര്യയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കടമയുണ്ട്. ആ ഒരു ഒരു സ്റ്റേജുണ്ട്. അതിന് അപ്പുറത്തേക്ക് ഒന്നും പാടില്ല. ഒരു പരിധി എന്നുള്ളത്, ആ പരിധിയും പരിമിതിയും കടന്നൊന്നും പാടില്ല. കാരണം ഞാൻ ഒരാളല്ല അല്ലേ, എൻ്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്. എൻ്റെ തീരുമാനങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളും എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, എൻ്റെ ഒപ്പം നിൽക്കുന്ന ആ വ്യക്തിയെ കൂടിയാണ് ബാധിക്കുന്നത്. അപ്പോൾ എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ആ രീതിയിൽ ആവണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. നാളെ എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ നാളെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വാക്കുകൾ കേട്ടിട്ട്, ഈ ചാനലിലൂടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവർക്ക് എന്നോട് ഒരു വിധത്തിലും നീ തെറ്റാണ് പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു എന്നൊരു വാക്ക് അവർക്ക് എന്നെ നേരെ പറയാൻ പാടില്ല എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അവർക്ക് ഞാൻ കാരണം ഒരു നാണക്കേട് ഉണ്ടാവരുത് എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഒരു ചേച്ചിയാണ്, ഒരു പെങ്ങളാണ്. അപ്പം അവിടെയും എനിക്ക് കുറേ കടമകളുണ്ട്, എനിക്ക് കുറേ അതിർവരമ്പുകളുണ്ട്. അതൊന്നും തന്നെ എനിക്ക് ലംഘിക്കാൻ പാടില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് അല്ലേ. ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള എൻ്റെ അതിർവരമ്പുകളുമാണ്. ഇതെല്ലാം ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ എന്നിൽ ആരും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. ഇത് എല്ലാവരും ഏകദേശം ഇങ്ങനെയൊക്കെ പാലിച്ചു പോകുന്നവരാണ്. ഇങ്ങനെയുള്ള അതിർവരമ്പുകൾ എനിക്കിഷ്ടവുമാണ്. ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള കുറേ അതിർവരമ്പുകളുണ്ട്, അതെനിക്കിഷ്ടവുമാണ്. അതിനുള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവുമാണ്. അതിനപ്പുറത്തേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു സന്തോഷവും എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അതാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ ഒരു വ്യക്തി തന്നെയാണ് എന്ന് എനിക്കും അറിയാം. എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് താനും. അത് ഞാൻ ഇത്രയും ബന്ധത്തിൽ ഉള്ളവരാണെങ്കിൽ പറയേണ്ടതാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും, അത് വേറൊരു കാര്യം. പിന്നെ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇത്രയും ഒരു ചുറ്റുമുള്ള ആളുകൾക്ക് ഓക്കെ, അതിനപ്പുറത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്ത് കരുതും, എൻ്റെ അയൽ വീട്ടുകാരെന്ത് കരുതും, മറ്റുള്ള കൂട്ടുകാരെന്ത് കരുതും. മറ്റുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നതും ഞാൻ ഈ കൂട്ടുകാരെന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഡീപ്പായിട്ട് നമ്മൾ കൂടുതൽ അടുത്തറിയുന്നത്, അല്ലാതെ നമുക്കിവിടെ അറിയാം ഫ്രണ്ട്സാണ് എന്ന് പറയുമ്പോൾ ഒരു പരിചയം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് എൻ്റേത് മാത്രമാണ് ആ പ്രശ്നം അല്ലേ. മറ്റൊരാൾക്ക് അതിൽ കയറി അഭിപ്രായം പറഞ്ഞിട്ട് എൻ്റെ നേരെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഓർക്കല്ല, കമൻസിലൂടെ മറുപടി പറയുന്നില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ചോദിക്കുന്നതാണ്. കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് അഭിപ്രായമാണ്, അല്ലാതെ ഉപദേശമല്ല ഇല്ലേ. അഭിപ്രായം ഒന്ന്
ഉപദേശം വേറൊന്ന്. അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതും അങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാമെന്ന് വെച്ചാൽ ഒന്നിലത് ശരിയാണെന്ന് പറയാം, അല്ലെങ്കിൽ തെറ്റാന്ന് പറയാം, ഇല്ലേ? അതൊക്കെ അവരുടെ അഭിപ്രായങ്ങളാണ്. പക്ഷേ മറ്റൊരാൾ പറയണം നിങ്ങൾ ഒരിക്കലും ഇനി മേലെ അങ്ങനെ പറഞ്ഞേക്കരുത് എന്ന് പറയുമ്പോഴെന്താണ്, നമ്മുടെ നേർക്ക് ഉള്ള ഒരു അടിച്ചമർത്തൽ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമാണ് ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെ ഞാൻ അംഗീകരിക്കാൻ പോകാറില്ല. പറയേണ്ടവർക്ക് പറയാം, അത് എന്നോട് അടുപ്പമുള്ള അല്ലെങ്കിൽ എൻ്റെ സ്വന്തം എന്ന് പറയുന്നത്. അപ്പം ഞാൻ തെറ്റ് കാണിച്ചു എൻ്റെ ഹസ്ബൻഡിനോട് വന്നിങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ചെയ്യില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാതെ ചെയ്യുകയില്ല. അത് വേറൊരു കാര്യം. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതൊരു വേറെ തലം. ഇപ്പോൾ അനിയനോട് ചോദിക്കേണ്ടത് ചോദിക്കും, അമ്മയോട് ചോദിക്കണമെങ്കിൽ ചോദിക്കും, എൻ്റെ കുഞ്ഞിനോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ചോദിക്കും. അങ്ങനെ ഒരു ഇതാണ് പോകുന്നത്. അപ്പം അല്ലാതെ ഞാൻ പുറത്തുനിന്ന് ബന്ധുക്കൾ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടെ, എൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു വന്നാൽ ഞാൻ എൻ്റെ ഭാഗം അപ്പം തന്നെ ക്ലിയർ ചെയ്യും. ഞാനിതാണ് ഉദ്ദേശിച്ചത്, ഓക്കെ അല്ലേ? അതായത് മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു ഭാഗം ആളുകളുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കാനേ പാടില്ല, അല്ലേ? പൊതുജനമാണ് അവർ, പല വിധത്തിലുള്ള ആൾക്കാരാണ്, പല മനസ്സുകൾക്കുടമയാണ്. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കും. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് എന്നതിനെക്കുറിച്ചും മറ്റുള്ളവർ അങ്ങനെ കരുതുമല്ലോ എന്നതിനെക്കുറിച്ചും ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളുടെ ഒരു മനസ്സും നമുക്കൊപ്പം നിൽക്കുന്നവരുടെ ഒരു മനസ്സും ഇത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ചില സമയത്ത് നമുക്കൊപ്പം നിൽക്കുന്നവരുടെ മനസ്സും അല്ല നോക്കേണ്ടത്, നമ്മുടെ മനസ്സെന്ത് നമ്മളോട് പറയുന്നു, നമ്മുടെ മനസ്സിന് എന്ത് ശരിയെന്ന് തോന്നുന്നു, ഇതൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കാം പലപ്പോഴും നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരിക. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങൾ കാണും. അപ്പം നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല ഒന്നും. ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനോട് ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അങ്ങനെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവണം. നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന ഒരു മനസ്സ്, നമ്മളെ കൊണ്ട് പോകുന്ന മനസ്സല്ല, നമ്മൾ പോകുന്ന വഴിക്ക് വരുന്ന മനസ്സ്, കറക്റ്റായിട്ട് നിൽക്കുന്ന മനസ്സ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനൊരു ഏകാഗ്രമായിട്ടുള്ള മനസ്സ്, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഒരു കാര്യമുണ്ടായാൽ അതിനെ ശരി തെറ്റുകൾ മനസ്സിലാക്കാനും പറ്റിയ ഒരു മനസ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം നമ്മൾ പറയുന്ന പോലെ കുറച്ച് ധ്യാനമോ, നമുക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്ന് നല്ല ചിന്തകൾ ഉണർത്താനായിട്ടോ, നമുക്ക് യോഗ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പത്രത്തിൽ കണ്ടായിരുന്നു. അതായത് വിരാട് കോഹ്ലി ഉണ്ടല്ലോ, അങ്ങനെ ഉച്ചത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തും. അദ്ദേഹവും തൻ്റെ ഭാര്യയും കൂടി അവരുടെ ഗുരുവുണ്ട്, ആത്മീയ ഗുരു. ആത്മീയ മാർഗം എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ ആണ് അതിലൂടെ നമ്മൾ ഉണർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുവഴി നമുക്ക് ശാന്തത, സൗമ്യത, അങ്ങനെ നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യൽ ഇങ്ങനെയുള്ളതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്തിനേയും ശാന്തതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായത് കോപം അല്ലെങ്കിൽ ദേഷ്യം, അല്ലേ, വെറുപ്പ്, ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കുറേ സ്വഭാവ രീതികളുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നമുക്ക് എപ്പോഴും ഒരേ അവസ്ഥയിൽ, അതായത് എന്ത് പ്രവർത്തികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ധ്യാനവും ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെയൊക്കെ വചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുക. അപ്പം ചിലർക്ക് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി പോകും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. നമുക്ക് ഒരു ദിവസം ഒരു 5-10 മിനിറ്റ് നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളുടെ വാക്കുകൾ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കേൾക്കുക തന്നെ വേണം. കാരണം അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഒന്നാമത് നമ്മൾ എത്ര നേരം കേൾക്കുന്നോ
5, 10, 1 മണിക്കൂർ, 2 മണിക്കൂർ കേൾക്കുന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്ക് ആദ്യം നമുക്കൊരു താല്പര്യം തോന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ മുഴുവൻ എന്താണ് കിടക്കുന്നത്? എൻജോയ് ചെയ്യാനുള്ള കുറേ അവസരങ്ങളാണ്. നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കുറേ കോപ്രായങ്ങളൊക്കെ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തൊക്കെയോ വിശേഷങ്ങൾ കണ്ട് അതിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ അവരുടെ ഒപ്പമാണ് പോകുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ഏറ്റവും വലിയ ഉദാഹരണം പറയാം. നമ്മൾ ഫോൺ എടുത്ത് യൂട്യൂബ് എടുക്കുന്നു, അതിൽ തന്നെ കുറച്ച് ചെറിയ ഷോർട്സ് വരുന്നു, അതിലൊന്ന് ടച്ച് ചെയ്താൽ തന്നെ അതിന് താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെടും, അത് കാണും. അപ്പോൾ അതുപോലുള്ളത് ബാക്കി താഴേക്ക് വരും. അങ്ങനെ സമയം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ മനസ്സ് അപ്പോൾ നമ്മുടെ കൈവിട്ട് പോയിരിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ട് ഒറ്റ സെക്കൻഡിനകത്തേക്ക് എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ ഫോൺ എടുക്കുന്നത്. പക്ഷേ ഇതിലിങ്ങനൊരു വീഡിയോ കണ്ട് അടുത്ത വീഡിയോയിലോട്ട് പോയി, പിന്നെ അടുത്തത് പോയി, അങ്ങനെ ചിലപ്പം മണിക്കൂറുകളോളം ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ മുന്നിൽ ആ ഫോണുമായിട്ടിരുന്ന് പോകും. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോയി. നമ്മുടെ മനസ്സ് കൈവിട്ട് പോയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ അങ്ങനെ ഇരുന്ന് പോകുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ച്, നമുക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഗുരുക്കന്മാർ നമുക്ക് ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഗുണപാഠമൊക്കെയുള്ള കഥകളൊക്കെ അവർ പറയും, അതൊന്ന് കേട്ടുകൊണ്ടിരുന്നത് ആദ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കാതിരിക്കും. പിന്നെ അവർ പറയുന്ന ഒരു കഥയിലൂടെ ആയിരിക്കും. ആ കഥ ഇങ്ങനെ കേട്ട് നമ്മൾ അതിലിങ്ങനെ കേട്ട് പോകുന്തോറും എന്താണ്, നമ്മുടെ മനസ്സ് ശരിക്കും ശാന്തമാകും. നമ്മൾ ആ കഥയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ഫോട്ടോ നിങ്ങളൊന്ന് കാണണം. അവർ എത്ര വലിയ 2 വ്യക്തികളാണെന്നറിയാം. ഒന്ന് വൈഫ് സിനിമ മേഖലയിലാണ്, ഹസ്ബൻഡ് അദ്ദേഹം ക്രിക്കറ്റ് അല്ലേ. ഇന്ത്യ അറിയപ്പെടുന്ന, ഒരുപക്ഷെ ലോകം അറിയപ്പെടുന്ന 2 വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 വ്യക്തികൾ അവരുടെ ഗുരുവിൻ്റെ മുന്നിൽ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തയില്ലാതെ അവരുടെ മുഖത്തെ ആ ഒരു ഭാവം തന്നെ കാണുമ്പോഴറിയാം, ഗുരുവിൽ നിന്ന് എന്തോ വലുതൊക്കെ ഇങ്ങനെ അവർ നേടിയെടുക്കുന്ന ആ ശാന്തമായ ഒരു മുഖത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയോജനം കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഒരുപാട് പേരുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഗുരുവുമായി ബന്ധമുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കല് മറ്റു നെഗറ്റീവ് തരത്തിലുള്ള ബന്ധം എന്ന്. നമ്മൾ അങ്ങനെ എല്ലാത്തിനെയും കാണരുത്. ഇവരൊക്കെ പോകുന്നത് അവർക്ക് ഒരുപാട് പണമുണ്ട് ഇല്ലേ, പ്രശസ്തിയും പണവും എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് എന്തോ ഒന്ന് കുറവുണ്ട്. ഈ കോൺസെൻട്രേഷനും മനസ്സിൻ്റെ ഒരു ശാന്തി, സമാധാനം, അതിലൊക്കെ ഒരു കുറവ് ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണും. കാരണം അദ്ദേഹത്തിന് ഒരു ടെസ്റ്റിൽ നിന്നോ മറ്റോ വിരമിക്കാനുള്ള ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ആയിട്ട് കുറച്ച് ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പം ആ സമയത്ത് കുറേ പണമുണ്ട്, ഒരു പാർട്ടി നടത്തി കുറച്ച് എൻജോയ് ചെയ്യാമെന്നല്ല വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു യാത്ര പോകാമെന്നല്ല, തൻ്റെ ആത്മീയ ഗുരുവിനെ കണ്ട് കുറച്ച് വാക്കുകൾ കേൾക്കുക. അപ്പോൾ മനസ്സ് ശാന്തമാകും അല്ലേ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അവർ 2 പേരും കൂടെ ചെന്നിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും കൂടാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ അവരുടെ ജീവിതത്തിൽ കുറച്ച് നേരം അത് കേട്ട് കഴിയുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കും. അവർക്ക് ലഭിക്കുന്നതുകൊണ്ട് അവർ വീണ്ടും പോകും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഇതിൽ വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കുടുംബവുമായിട്ട് സമയം ചിലവഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നാണ് പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ചിലർക്ക് അറിയാത്ത ഒരു കാര്യമാണ്. ചിലർക്ക് പണം മാത്രം കോടികൾ സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് ഒരു ജീവിതം ഉണ്ട്, ആ ഒരു 90 വയസ്സിനുള്ളിൽ പോട്ടെ, എത്ര നാൾ ജീവിച്ചിരിക്കുന്ന അത്രയും നാളും ഒരു ദിവസം എത്ര ലക്ഷം രൂപ ചിലവാക്കിയാലും തീരാത്തതിൽ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞു. വീണ്ടും ഈ പണത്തിന് പുറകെ പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ തനിക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിനൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രം കുറേ നാൾ മാറ്റി വയ്ക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. ഏതായാലും ഇദ്ദേഹത്തിന് അങ്ങനെ ചിന്ത ഉണ്ടായാൽ നല്ല കാര്യം, അങ്ങനെ പോട്ടെ. അപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ
നമ്മൾ അതിന് കുറച്ച് സമയം ദിവസവും കണ്ടെത്തി നോക്കൂ. വലിയ ടെൻഷനും ബഹളവും ഭയങ്കര സങ്കടങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ച് നേരം ഇത് കേട്ട് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാകും. മനസ്സാണല്ലോ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അങ്ങനെ കേട്ട് നോക്കൂ, നല്ല പ്രയോജനം ഉണ്ടാവും, ഉറപ്പ് കാര്യമാണ്.